ഹായ്. അപ്പം നമ്മളിന്ന് സംസാരിക്കുന്നത് ട്രെയിനേഴ്സ് ആൻഡ് കോച്ചസ്. അവർക്ക് നമ്മളെ നൊമാറ്റോൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവരുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻറ്റിൻ്റെ ജേണി എങ്ങനെയാണെന്നാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ നിലവിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ നിലവിലുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യമല്ല, പുതിയ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ സ്റ്റുഡൻസിന് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്? ഒന്നെങ്കിൽ എന്ത് ചെയ്യും, അവർ റെഗുലറായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ, യൂട്യൂബിൽ വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ടിട്ട് അതിലെന്ത് ചെയ്യും, എൻക്വയറി കാര്യങ്ങൾ വരും. അപ്പോൾ ആ എൻക്വയറിക്ക് നമുക്ക് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ഫോമിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് അവർ കൊണ്ടുവരാം. അതല്ലെങ്കിൽ റെഫറലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ റെഫറൽ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള റെഫറലാണെങ്കിലും ഇതേ കാര്യം തന്നെ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യാം, നമുക്ക് രജിസ്ട്രേഷൻ ഫോമും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് ആഡ് ആണെങ്കിൽ ഒന്നുകിൽ മെറ്റാ ഫോം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോം ഉപയോഗിച്ചിട്ട് ഫസ്റ്റിൽ അവരെ വാട്സപ്പിലേക്ക് കൊടുത്തിട്ട് അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോം ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 രീതിയിൽ സ്റ്റുഡൻസ് നമുക്ക് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കപ്പോൾ തന്നെ എന്ത് ചെയ്യാം, അവർ ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലോ മെയിലിലും അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു റിപ്ലൈ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് നമ്മളൊരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ CRM ആഡ് ചെയ്യാം, നമുക്ക് അവരെ കോൺടാക്റ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക, ടാഗ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫിന് ഇവരെ അസൈൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇതല്ലാതെ വേറെ പ്രധാനപ്പെട്ട ഇതിൻ്റെ കൂടെ തന്നെ വേറെ ചെയ്യേണ്ട 2ാമത്തെ കാര്യം, നമ്മളൊരു ലാൻഡിംഗ് പേജ് വേണം. ഓക്കെ, മീൻസ് ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചിട്ടുള്ള പ്രത്യേകിച്ചും ട്രെയിനേഴ്സ് കോച്ചസ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ്റെ എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓൺലൈനിൽ കോഴ്സ് എടുക്കുന്ന ആൾക്കാർ, ബിസിനസ് കോച്ചസ് അല്ലെങ്കിൽ ഫിറ്റ്നസിൻ്റെ കോച്ചിങ്, ഹെൽത്ത് വെൽനസ്, അങ്ങനെ ഏത് കോച്ചാണെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ലാൻഡിംഗ് പേജ് വേണം. അപ്പോൾ നമ്മളടുത്ത് ഒരുപാട് ടെംപ്ലേറ്റ് ഉണ്ട് ലാൻഡിംഗ് പേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ ലാൻഡിംഗ് പേജിൽ നമ്മളെ കുറച്ച് ഒരു ലെങ്ത് ഉള്ള ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ, അതേപോലെ തന്നെ ഇതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റോ ക്ലാസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റിമോണിയൽസ്, FAQ, അതുപോലെ തന്നെ ആൾക്കാർക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഇവൻറ്റിന് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കലണ്ടർ, പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണ്, പിന്നെ എന്തെങ്കിലും നമുക്ക് അവാർഡ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്, പിന്നെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫോം, ഈ കാര്യങ്ങളൊക്കെ എന്ത് വേണം, നമ്മളെ ലാൻഡിംഗ് പേജിൽ മസ്റ്റായിട്ടും വേണം. ഓക്കെ, അപ്പോൾ ഈ ലാൻഡിംഗ് പേജിൽ ഇവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് 2 രീതിയിലും ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, നമുക്കൊരു നെക്സ്റ്റ് ഒരു വെബിനാറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അവരെ കൊണ്ടുപോകാം. ഓക്കെ, എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. അതല്ല, നിങ്ങൾ 1-to-1 ആണെങ്കിൽ 1-to-1 രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമും അതിൽ കൊടുക്കുക. അപ്പോൾ എന്താണോ നമ്മൾ ലാൻഡിംഗ് പേജിൽ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് സ്റ്റുഡൻസ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവർ ഡിസൈഡ് ചെയ്യില്ല, അവർക്ക് എന്തെങ്കിലും കുറച്ച് ടൈം വേണ്ടി വരും. അപ്പോൾ ടൈം വേണ്ടി കുഴപ്പമില്ല, കാരണം എന്താണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ അവരുണ്ടാവും, അവരെന്ത് ചെയ്യുക, നമുക്ക് ഇനി അതല്ലാതെ തന്നെ പേഴ്സണലായിട്ടും മെയിലിലോ വാട്സപ്പിലൊക്കെ നമുക്ക് അവരെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ തന്നെ അവർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ കോഴ്സസ്, ഫ്രീ ആയിട്ടുള്ള കോഴ്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെബിനാറിൽ കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ 1-to-1 കൊടുക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ LMS ഉണ്ട്. അപ്പോൾ LMSൽ നമുക്ക് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇയർലി സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, കോഴ്സിൻ്റെ ആക്സസ് കൊടുക്കാം, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കുള്ള ലോഗിൻ കൊടുക്കാം, ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേറ്ററായിട്ട് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പുതിയ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങളെ വാല്യൂസും കാര്യങ്ങളൊക്കെ കൂട്ടുക, അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള ചാർജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈടാക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ കോഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വർക്ക് ആകുന്നതെന്നുള്ള കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. ഓക്കെ, താങ്ക് യു.